ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നെൻ്റെ മോൻ്റെ 4th ബർത്ത്ഡേ ആണ്. ഇതൊരു കുഞ്ഞ് ബർത്ത്ഡേ വ്ളോഗാണ്. രാവിലെ അമ്പലത്തിൽ പോകാനെന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴേ ചാടി എണീറ്റു, ഒരു മടിയും കൂടാതെ കുളിച്ച് ഒരുങ്ങി ആൾ അമ്പലത്തിൽ പോകുന്നതിൻ്റെ സന്തോഷത്തിൽ 1-2 സ്റ്റെപ്പൊക്കെ ഇട്ടിട്ടാണ് അമ്പലത്തിലോട്ട് പോകുന്നത്. ചെറിയ മഴയുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അമ്പലത്തിൽ പോകാൻ കുറച്ച് വൈകിയത്. മഴ ലൈറ്റായിട്ട് മാറിയത് ഞങ്ങൾ അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങി. അമ്പലം എത്തി. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു അമ്പലമാണിത്. ശിവക്ഷേത്രമാണ്. ഇന്ന് ചിങ്ങ ഒന്നായിരുന്നു, അതുകൊണ്ട് അത്യാവശ്യം അമ്പലത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു. മോൻ്റെ പേരിൽ കുറച്ച് വഴിപാടും കാര്യങ്ങളൊക്കെ നടത്താറുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് ക്യൂ ഒക്കെ നിന്നിട്ടാണ് അകത്ത് കയറിയത്. പക്ഷെ അവർ ക്യൂ നിൽക്കുന്നില്ല, പുറത്തൊക്കെ കളിക്കാനായിട്ട് ചാടി ഇറങ്ങി. ഏട്ടനുമായി മോൻ ചുറ്റി നടന്ന് കാണുകയായിരുന്നു. അവിടെ ആൾക്കാരെയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ആൾ. എന്നിട്ട് കാവിനകത്തേക്ക് കയറി. കാവിനകത്തും കുറച്ച് നല്ല സ്ഥലം ഉണ്ടായിരുന്നു ഓടിക്കളിക്കാനായിട്ടൊക്കെ. പിന്നെ കർപ്പൂരമൊക്കെ കത്തിച്ച് വെച്ചതിനകത്തൊക്കെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെയും നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. മോൻ എന്തായാലും ഇന്ന് നല്ല ഹാപ്പി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അമ്പലക്കുളത്തിലേക്ക് പോയി. അമ്പലക്കുളവും നിന്ന് ആസ്വദിച്ച് ആൾ നോക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ആൾക്ക് എന്തായാലും ഇന്ന് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങളൊരു 10 മണിയായി വീട്ടിലെത്തിയപ്പോഴത്തേനും വീട്ടിൽ വന്നിട്ട് പിന്നെ ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ തയ്യാറെടുപ്പൊക്കെ ആയിരുന്നു. അങ്ങനെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി. ബിരിയാണി പൊതുവെ മോന് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് പിന്നെ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ബിരിയാണിയൊക്കെ കഴിച്ചു. ബിരിയാണിയൊക്കെ കഴിച്ചതിൻ്റെ നല്ല ക്ഷീണമായിരുന്നു. അത് കഴിഞ്ഞൊരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പായസം ഉണ്ടാക്കി. പരിപ്പ് പ്രഥമനായിരുന്നു. പായസമൊക്കെ കുടിച്ചു. അതും കുഴപ്പമില്ലാത്ത പായസമൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് കേക്ക് കട്ട് ചെയ്യുന്ന സമയമായി. കേക്ക് സ്പൈഡർമാൻ കേക്ക് വേണമെന്നുള്ള നല്ല നിർബന്ധമായിരുന്നു. സ്പൈഡർമാൻ കേക്ക് വേണമെന്നുള്ള വാശിയൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങളത് തന്നെ ചെയ്തു. സ്പൈഡർമാൻ്റെ കേക്കൊക്കെ വാങ്ങി. കേക്ക് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായി. ആ സ്പൈഡർമാനെ വേണമെന്നൊക്കെ ആയിരുന്നു. പിന്നെ അത് കൊടുത്തില്ല. കേക്ക് കട്ട് ചെയ്തതിന് ശേഷം തരാമെന്നൊക്കെ പറഞ്ഞിട്ട് സമ്മതിപ്പിച്ചു. അതിനുശേഷം ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. കേക്ക് കട്ട് ചെയ്യുന്നതും വാശിയൊക്കെ തന്നെയായിരുന്നു. കാരണം ഞാൻ ഒറ്റയ്ക്ക് കട്ട് ചെയ്യാം, അമ്മ കട്ട് ചെയ്യേണ്ടെന്നൊക്കെയാണ് അവൻ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. എന്നിട്ട് ഞാനും അവനും കൂടെ കട്ട് ചെയ്തിട്ട് ഞാൻ അവൻ്റെ വായിലൊക്കെ വെച്ച് കൊടുത്തു. അവന് കേക്ക് നന്നായിട്ട് ഇഷ്ടമായി. അവൻ വീണ്ടും കേക്ക് എടുക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഞാൻ അതിനകത്ത് തുടരുതെന്നൊക്കെ അവനോട് പറയായിരുന്നു. അങ്ങനെ വീണ്ടും ഞാൻ കുറച്ചുകൂടെ അവന് കൊടുത്തു. എന്നിട്ട് അവൻ വീണ്ടും വേണമെന്ന് പറയായിരുന്നു, കേക്ക് വേണമെന്ന് പറയായിരുന്നു. അതിനുശേഷം ഏട്ടൻ വന്നു. ഏട്ടനും കേക്ക് കട്ട് ചെയ്ത് കൊടുത്തു. അപ്പോഴും ആൾക്ക് ഭയങ്കര സന്തോഷമായി. അവന് ഫുള്ള് കേക്ക് വേണം. അവൻ വീണ്ടും ആ കേക്കിലോട്ട് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പിന്നെ കേക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ എടുക്കാനായിട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വഴക്ക് പറഞ്ഞു, എടുക്കല്ലേ, ഇത് കഴിഞ്ഞിട്ട് കേക്ക് നിനക്ക് തന്നെ തരാമെന്ന് പറഞ്ഞു. പിന്നെ അമ്മ വന്നു. അമ്മയും അവന് കേക്കൊക്കെ കൊടുത്തു. അമ്മ കേക്ക് കൊടുക്കുന്ന സമയം കൊണ്ട് അവൻ കുറച്ച് അതിനകത്തുനിന്ന് വീണ്ടും എടുത്തൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം അമ്മു വന്നു. അമ്മുവും കേക്ക് എടുത്ത് കൊടുത്തു. പിന്നെ അവനും എടുത്തു. അതിനുശേഷം അവൻ്റെ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്തു. അവനാണെങ്കിൽ എന്നേ പറയുമായിരുന്നു സർപ്രൈസ് വേണം എന്നൊക്കെയായിരുന്നു. പിന്നെ എന്തായാലും ഞങ്ങളിന്ന് സർപ്രൈസ് കൊടുത്തു. അവൻ ഭയങ്കര സർപ്രൈസായി, ഭയങ്കര സന്തോഷമായിരുന്നു. അവനറിയാം ഇതിനകത്ത് എന്താണെന്ന് അവൻ ഓൾറെഡി അറിയാം. കാരണം അവൻ കുറേ ആയിട്ട് പറയുന്നൊരു സാധനമാണ് നമ്മളത് വാങ്ങിയത്. അങ്ങനെ ആൾ ഭയങ്കര മുഖത്തൊക്കെ ഭയങ്കര ചിരിയൊക്കെ ആയിരുന്നു. അങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവൻ പറയുന്നുണ്ട്, പെട്ടെന്ന് തുറക്കമ്മ എന്നൊക്കെ പറയായിരുന്നു. പെട്ടെന്ന് അത് തുറക്കാൻ വേണ്ടിയിട്ട് അവനും എൻ്റെ കൂടെ കൂടി. അവനും ഒരു സൈഡിൽ നിന്ന് അത് തുറക്കുന്നുണ്ടായിരുന്നു, ഞാനും ഒരു സൈഡിൽ നിന്ന് തുറക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക, പെട്ടെന്നാവട്ടെ എന്ന്. ആ കാറ് കണ്ടത് അവൻ ഭയങ്കര സന്തോഷമായിരുന്നു. ഞാനും അവനും കൂടെ ചേർന്നിട്ടാണ് അത് ഓപ്പൺ ചെയ്തത്. അവൻ എന്നെ ഓപ്പൺ ചെയ്യാൻ സമ്മതിക്കുന്നേ ഉണ്ടായിരുന്നില്ല. പെട്ടെന്നാവട്ടെ എന്ന് പറഞ്ഞിട്ട് ആൾ ഭയങ്കര ത്രില്ലിലായിരുന്നു. ആ മുഖത്ത് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ കാർ ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും അതിനേക്കാൾ സന്തോഷം, ബാറ്ററി ഒന്നും ഇടുന്നതിന് മുന്നേ ആളത് വർക്ക് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഏട്ടൻ വന്നതിന് ശേഷം അവന് ബാറ്ററി ഇട്ട് കൊടുത്തതിന് ശേഷം ആൾ ആ കാറുമായിട്ടുള്ള കളിയിലായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞു. ഈ വ്ലോഗ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.